എഴുതായ സാധനമേതെന്നുള്ളൂ സാധനമത് മാറേ കാലേ ചൊല്ലോടിപ്പോൾ ചൊല്ലുവാൻ അനേകമുണ്ട്. ഓരോരോ മുനീന്ദ്രന്മാർ ചൊല്ലിയ വേദാന്ത സാരാദികൾ ബഹുവിധം. ചൊല്ലരുത് അവയൊന്നും നമുക്ക് പുരാണങ്ങൾ ചൊല്ലുകെന്നതും കേൾക്കുന്നുള്ളതും ചെയ്യാമല്ലോ. ചൊല്ലനും പുരാണങ്ങളുള്ളവർ എല്ലാറ്റിലും നല്ലത് ഭാഗവതമെന്നല്ലോ ചൊല്ലിക്കേൾപ്പും. പത്മാദി പുരാണങ്ങളൊക്കെ എങ്കിലും ആത്മതത്വത്തെ അറിഞ്ഞിടുവാൻ ഇതേ ഓരോരോ ശാസ്ത്രങ്ങളിൽ മോക്ഷമാർഗങ്ങൾ ചൊന്നത് ഓരോ നിരൂപിച്ചാൽ എഴുതല്ല ഇത്രയൊന്നും. ഓരോരോ ജനങ്ങൾക്ക് മുക്തിമാർഗ തത്വങ്ങൾ ഓരോരോ വിധമത്രേ കേവല സ്വഭാവങ്ങൾ എന്നതിൽ എല്ലാ വർണ്ണത്തിങ്കിലും എല്ലാവർക്കും നന്നായി സാധിക്കാവോ എന്ന് എളുപ്പമുള്ളോ എന്നല്ലോ എത്രയും എളുതായി മുക്തിയെ ലഭിക്കുന്ന ഭക്തിമാർഗത്തെ പ്രതിപാദിപ്പാൻ വേദവ്യാസൻ ഉത്തമ ശ്ലോകചരിത്രങ്ങളും നാമങ്ങളും ഉത്തമ ധ്യാനങ്ങളും വിശുദ്ധമായി ചമച്ചു. ഭാഗവതം അതിങ്കിൽ നിരന്തരം ലഭിക്കാനായിട്ടത്രേ മറ്റുള്ള കഥയെല്ലാം. അവിടെ ആദിശ്ലോകം മംഗലാചരണമായി കവിനായകൻ പ്രയോഗിച്ചത് വേദവ്യാസൻ. സർവജ്ഞനായി സർവകാരണനായി സർവഭൂതങ്ങൾക്കെല്ലാം ജ്ഞാനസ്വരൂപനായി അപരിച്ഛിന്നമായി പരമാനന്ദമായ പരമാത്മാവു തന്നെ ധ്യാനിക്കായി വരേണമേ. വസ്തുനിർദ്ദേശം രണ്ടാം പദ്യത്തെ കൊണ്ടുചൊല്ലി സത്യമായി പുരുഷാർത്ഥമായിരിക്കുന്ന പരമാത്മതത്വവും അതിൽ പ്രാപ്തി സാധനമായി മേദ്യമായിരിക്കുന്ന ധർമ്മവും അതിങ്കല് കേൾക്കാത്രമേ വേണ്ടു ഭക്തിയുണ്ടാകാൻ. പിന്നെ മോക്ഷവും വരുമെന്ന് വേറെ ഞാൻ ചൊല്ലേണം. സുഖമേ സേവിക്കയിലും പ്രാമണ്യ വസന്താനം നിഗമെന്ന് മൂന്നാം പദ്യത്തെ കൊണ്ട് ചൊല്ലി വേദമായിടുന്നത് കൽപ്പക വൃക്ഷത്തിന്റെ മോഹമാണെന്നൊരു ഫലം ആദരപൂർവ്വം ഭക്തിയാ വീടിന് ശുഭമുഖത്തിങ്കിൽ നിന്നുടൻ ഭൂമി ആനന്ദം വരുമാറ് വീയൂഷദ്രവത്തോടും. അങ്ങനെയുള്ള മഹാഭാരതാഭ്യാസം മംഗലം വന്ന് പരന്തങ്കലേപ്പോൾ അവോളം പാനം ചെയ്തുകൊള്ളുക. രസികന്മാരായുള്ള ഭാഗവതമുഖ്യന്മാർ നിരന്തരം അവോളം പാനം ചെയ്തുകൊള്ളുക. രസികന്മാരായുള്ള ഭാഗവതമുഖ്യന്മാർ നിരന്തരം